എന്താണ് ഇന്ത്യ യു എസ് വ്യാപാര കരാർ? ഇതിൻ്റെ വിശദാംശങ്ങൾ ആർക്കും അറിയില്ല. അല്പം നിഗൂഢവുമാണ്. കേന്ദ്ര സർക്കാർ ഈ കരാറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുമില്ല. ഇന്ത്യക്ക് ഇതൊരു കെണിയാകുമോ എന്ന ആശങ്ക പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇന്ത്യയിലെ പ്രതിപക്ഷവും ഈ ആശങ്ക ഉയർത്തുന്നുണ്ട്. റഷ്യ അടിക്കാനുള്ള ഒരു വടിയായി ഈ വ്യാപാര കരാർ അമേരിക്ക ഉപയോഗിക്കുമോ എന്ന ആശങ്ക പരക്കെയുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് ഇന്ത്യ പിറകോട്ട് പോകുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഇപ്പോഴിതാ റഷ്യയെ രക്ഷിക്കാനായി ചൈന എത്തിയിരിക്കുന്നു. റഷ്യൻ എണ്ണയായ ESPOയുടെ കയറ്റുമതി 100% ചൈനയ്ക്കായി എന്നാണ് റിപ്പോർട്ട്. 2024 നവംബറിന് ശേഷം ആദ്യമായാണ് ESPOയുടെ കയറ്റുമതി പൂർണ്ണമായും ചൈനയിലേക്ക് എത്തുന്നത്. അധികമായി റഷ്യൻ എണ്ണ ഇപ്പോൾ ചൈനയിലേക്ക് എത്തുന്നുണ്ട്. സൗദിയിൽ നിന്ന് കടൽ മാർഗം എത്തുന്നതിനേക്കാൾ 46%-ലധികം എണ്ണ റഷ്യയിൽ നിന്ന് ചൈനയിൽ എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. വെനസ്വേല, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ ലഭ്യത കുറഞ്ഞതും റഷ്യൻ എണ്ണ വാങ്ങാൻ ചൈനയെ പ്രേരിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇന്ത്യ US വ്യാപാര കരാർ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നാണ്, ഈ ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ താരിഫ് നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന ഭീഷണിയും ട്രംപ് മുഴക്കി. ഇന്ത്യ US വ്യാപാര കരാർ പ്രഖ്യാപനത്തിന് പിന്നാലെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താനുള്ള നടപടികളുമായി ഇന്ത്യൻ കമ്പനികൾ മുന്നോട്ടു പോകുന്നതായി റിപ്പോർട്ട് വന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നീ പൊതുമേഖലാ എണ്ണ കമ്പനികളും റഷ്യൻ എണ്ണയ്ക്ക് ഏപ്രിൽ മാസ ഓർഡർ നൽകുന്നത് മരവിപ്പിച്ചുവെന്നാണ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. റഷ്യൻ കമ്പനിക്ക് ഓഹരി പങ്കാളിത്തമുള്ള നയാരയും ഏപ്രിലിൽ ഓർഡർ നൽകിയിട്ടില്ല. മാർച്ചിലേക്ക് നൽകിയിട്ടുള്ള ഓർഡറും മുൻ മാസങ്ങളിലേക്കാൾ ഏറെ കുറവാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ വർഷം ജനുവരിക്കും ഒക്ടോബറിനും ഇടയിൽ ഇന്ത്യയിലേക്കുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 30 മുതൽ 35% വരെ റഷ്യയിൽ നിന്നായിരുന്നു. ഡിസംബറോടെ ഇത് 25%-ന് താഴെയായി. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികൾ റഷ്യൻ ഇറക്കുമതി പൂർണ്ണമായി നിർത്തി. റഷ്യൻ കമ്പനിയായ റോസ്നെഫിറ്റിന് 49% ഓഹരിയുള്ള നയാര പ്രതിദിനം 4 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. നയാരയും ഏപ്രിൽ മാസ ഓർഡർ നൽകിയിട്ടില്ല. മാർച്ചിൽ ഇന്ത്യൻ കമ്പനികൾ പ്രതിദിനം 6 ലക്ഷം ബാരൽ എണ്ണ മാത്രമാകും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക. കഴിഞ്ഞ വർഷം ജൂണിൽ 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% അധിക തീരുവ കഴിഞ്ഞ ദിവസമാണ് US വെട്ടിക്കുറച്ചത്. റഷ്യൻ എണ്ണ നേരിട്ടോ പരോക്ഷമായോ വാങ്ങില്ലെന്ന് ഉറപ്പു നൽകിയെന്ന് കാട്ടിയാണ് US അധിക തീരുവ വെട്ടിക്കുറച്ചത്. ഇന്ത്യ അമേരിക്ക കരാർ പ്രകാരം $50,000 കോടി ഏകദേശം 45.28 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ US നിന്ന് ഇന്ത്യ വാങ്ങുമെന്നാണ് ഇരു രാജ്യങ്ങളുടെയും പ്രസ്താവന.